ബീഹാർ തെരഞ്ഞെടുപ്പ് ആര് ജയിക്കും എന്നുള്ള ഒരു വലിയ ചോദ്യം എല്ലാവരുടെയും ഉള്ളിലുണ്ട്. സംശയമൊന്നുമില്ല, ബീഹാർ NDA തൂത്തുവാരിക തന്നെ ചെയ്യും പ്രാവശ്യം. മറ്റെല്ലാം തെറ്റായ ബോധ്യങ്ങളാണ്. എന്തുകൊണ്ടെന്നാൽ ഇപ്പോൾ നമുക്ക് പ്രത്യക്ഷമായിട്ട് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം ഇപ്പോൾ തന്നെ അനുഭവ ബോധ്യമായി കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിൻ്റെ തലേ ദിവസം പെട്ടെന്ന് ഒരു ഹൈഡ്രജൻ ബോംബ് പൊട്ടിക്കാൻ രാഹുൽ ഗാന്ധിയെ പ്രേരിപ്പിക്കുന്നത് അദ്ദേഹത്തിന് കിട്ടിയ ഫീഡ്ബാക്കുകളാണ്. എന്താണ് ഫീഡ്ബാക്ക്? കോൺഗ്രസ് അവിടെ പൊട്ടിപ്പാളീസാകുമെന്നുള്ളത് തന്നെയാണ്. അതിലേക്ക് നയിച്ച കാരണങ്ങൾ പറയുന്നുണ്ട്. പൊട്ടിപ്പാളീസാകും എന്നുള്ള ഉത്കണ്ഠ കൊണ്ടാണ്, വെപ്രാളം കൊണ്ടാണ്, അന്താളിപ്പ് കൊണ്ടാണ് അവസാന നിമിഷത്തിൽ 11th അവറും കഴിഞ്ഞിട്ട് ഉള്ള ഒരു നിമിഷത്തിൽ ഒരു പത്രസമ്മേളനം ബഹളം വെച്ച് വിളിച്ചു കൂട്ടുന്നു. അത് ഒരു ബോംബല്ല, വാസ്തവത്തിൽ ഒരു മുൻകൂർ ജാമ്യമാണ്. അദ്ദേഹം പറയുന്നത് അവിടെ മുഴുവൻ ഫ്രോഡാണ്, തെറ്റായ രേഖകളുടെ അടിസ്ഥാനത്തിൽ കൊടുക്കപ്പെട്ടിട്ടുള്ള വോട്ടുകളാണ്. ആ വോട്ടുകൾ പോൾ ചെയ്തത് വിശ്വാസ്യതയില്ലാത്തതാണ്. ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യത്തിൻ്റെ, ഭരണഘടനയുടെ, പട്ടാളത്തിൻ്റെ, രാഷ്ട്രീയത്തിൻ്റെ, സമൂഹത്തിൻ്റെ തന്നെ വിശ്വാസ്യത ഇല്ലാതാക്കാൻ തീവ്ര ശ്രമം നടത്തുന്ന ഒരു തീവ്രവാദിയായിട്ട് മാറിയിരിക്കുകയാണ് രാഹുൽ ഗാന്ധി. സ്വന്തം വിവരക്കേട് കൊണ്ട് മാത്രമല്ല, പ്രധാനമന്ത്രി പദം കിട്ടാത്തതിലുള്ള അന്ധമായ നിരാശത കൊണ്ട് നമ്മുടെ ഭരണഘടനാ സ്ഥാപനങ്ങളെ എല്ലാം അപമാനിക്കുന്ന കൂട്ടത്തിൽ അദ്ദേഹം ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സ്ഥാപനത്തെയും അവമതിക്കുകയാണ്, ഡീവാല്യൂ ചെയ്യുകയാണ്. പട്ടാളത്തെ പോലും അങ്ങനെയാണ്. കഴിഞ്ഞ ദിവസം അദ്ദേഹം പട്ടാളത്തിലുള്ളത് 10% പേരാണ്, ബ്രിഗേഡിയർമാരും മറ്റുള്ളവരും, ബാക്കിയെല്ലാം താണജാതിയിൽപ്പെട്ടവരാണ് എന്നുള്ള ഒരു സൂചനയും വ്യംഗ്യവും നൽകിയത്. ഇതിൽ പരം ഒരു രാഷ്ട്രീയ നേതാവിന് അധപ്പതിക്കാൻ എന്തു വേണം? നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത നിലപാടെടുത്തുകൊണ്ട് ഓപ്പറേഷൻ സിന്ദൂരിലൂടെ, ഓപ്പറേഷൻ തൃശ്ശൂരിലൂടെ നമ്മുടെ വീര്യവും ശക്തിയും പാകിസ്ഥാനെ കാണിച്ചു കൊടുത്ത, ലോകത്തെ കാണിച്ചു കൊടുത്ത, ഒരുപക്ഷെ അമേരിക്കയെ പോലും ഞെട്ടിച്ച, ധീരേതിഹാസം രചിച്ച നമ്മുടെ പട്ടാളത്തിലെ സ്ത്രീകളെയും പുരുഷന്മാരെയും മതമെന്തെന്നോ ജാതി എന്തെന്നോ ഒരു ചിന്തയുമില്ലാതെ രാജ്യത്തിന് വേണ്ടി ജീവൻ കളയുന്ന, നമ്മൾ സുഖമായി ഉറങ്ങുമ്പോൾ ഉറക്കമിളച്ചിരിക്കുന്ന, സബ്-0 സെൻറ്റിഗ്രേഡുകളിൽ ഈ രാജ്യത്തെ രക്ഷിക്കാനായി കണ്ണും തുറന്നു വെച്ച് കാവലാളായിരിക്കുന്ന പട്ടാളക്കാരെ അപമാനിക്കുക എന്ന് പറഞ്ഞാൽ ദേശസ്നേഹത്തിൻ്റെ ഒരു തരി പോലുമില്ലാത്ത ഒരാളാണ് ഇന്നത്തെ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് എന്ന് തന്നെയാണ് പല ഉദാഹരണങ്ങളിലൂടെ അദ്ദേഹം തെളിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ലോയൽറ്റി എന്ന് പറയുന്നത് കൊളംബിയയിലെ മയക്കുമരുന്ന് കാർട്ടലിനോടും മലേഷ്യയിലെ സുഖവാസ കേന്ദ്രങ്ങളോടുമാണെന്നും അദ്ദേഹം പലവട്ടം തെളിയിച്ചു കഴിഞ്ഞു. അദ്ദേഹത്തിന് അങ്ങനെ ഒരാളിനെയും തോളിലേറ്റി നടക്കുകയാണ് കോൺഗ്രസ് എന്ന് പറയുന്ന വിചിത്രമായ പ്രതിഭാസം. അതുകൊണ്ടാണ് കോൺഗ്രസിനകത്തു തള്ളിയുള്ള ഉന്നത ശീർഷനായിട്ടുള്ള ഒരു നേതാവിന് ഈ കുടുംബാധിപത്യമാണ് ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ ശത്രു എന്ന് രക്ഷയില്ലാതെ വിളിച്ചു പറയേണ്ടി വന്നത്. ആ ഒരു ഘട്ടത്തിലാണ് കോൺഗ്രസ് ഇപ്പോൾ. അങ്ങനെ മുങ്ങിത്താണുകൊണ്ടിരിക്കുന്ന കോൺഗ്രസ് ഇന്ത്യയാകുന്ന വളരെ സുരക്ഷിതമായി യാത്ര ചെയ്യുന്ന, മറ്റുള്ള രാജ്യങ്ങളെ എല്ലാം തോൽപ്പിച്ചുകൊണ്ട് അതിവേഗത്തിൽ നീങ്ങുന്ന ഇന്ത്യ എന്ന ഈ കപ്പലിനെ ടോർപിഡോ ചെയ്യാൻ, അതിൽ തുളയിട്ടുകൊണ്ട് വെള്ളം കയറ്റാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്ന ഒരു ശബ്ദപുത്രനാണ് രാഹുൽ ഗാന്ധി എന്നുള്ള കാര്യത്തിലും ഒരു സംശയമില്ല. അല്ലെങ്കിൽ രാഷ്ട്രീയത്തെ ഈ നിലവാരത്തിലേക്ക് അദ്ദേഹം അധപ്പതിപ്പിക്കുകയില്ലായിരുന്നു. കാരണം തൻ്റെ പാർട്ടി, തൻ്റെ സഖ്യം ജയിച്ചില്ലെങ്കിൽ അവിടെ നടക്കുന്നതെല്ലാം ഫ്രോഡ്, ജയിച്ചു കഴിഞ്ഞാൽ എല്ലാം പരമസുഖം, എല്ലാം പരമസത്യം എന്ന് പറയുന്ന, ജനങ്ങൾക്ക് വ്യക്തമായിട്ട് ബോധ്യമാവുന്ന തരത്തിലുള്ള കള്ളങ്ങൾ പറയുന്ന ഈ മനുഷ്യൻ ചെയ്യുന്ന ദ്രോഹം
എന്ന് പറയുന്നത് നമ്മുടെ ജനാധിപത്യത്തെ തകർക്കലാണ്, ഭരണഘടനയുടെ അടിസ്ഥാന ശിലകളെ തകർക്കുന്നതാണ്. ഒരു വലിയ ശാപമായിട്ട് വന്നിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. അങ്ങനെ ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ എന്തുകൊണ്ട് BJP അവിടെ ജയിച്ചു എന്ന് ചോദിച്ചാൽ കുറേയേറെ ഉത്തരങ്ങളുണ്ട്. ഒന്ന്, അവിടെ ജാതി സെൻസസ് എന്ന് പറയുന്ന വളരെ നാളായിട്ടുള്ള ഒരു ആവശ്യം അവിടെ നടപ്പാക്കാൻ, ദേശീയ സെൻസസ് ജാതി അടിസ്ഥാനത്തിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനം, ബീഹാറിലെ ജനങ്ങളെ, ഏറ്റവും താണനിലയിൽ കഴിയുന്ന പിന്നാക്കക്കാരെ ഒക്കെ സഹായിക്കുന്ന, അവരെ ആവേശം കൊള്ളിച്ച ഒരു തീരുമാനം. പിന്നെ അവിടുത്തെ പിന്നാക്കക്കാരിലായിട്ട് പടത്തലവനായിട്ടുള്ള മുഖ്യമന്ത്രിയായിരുന്നിട്ട് അവിടുത്തെ പിന്നാക്കക്കാർക്ക് ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്ത കർപ്പൂരി താക്കൂറിന് ഭാരതരത്നം കൊടുക്കാൻ ഒരു BJP ഗവൺമെൻറ് വേണ്ടി വന്നു. അദ്ദേഹത്തെ ചതിക്കാനും അദ്ദേഹത്തെ വീഴ്ത്താനും അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയെ പിരിച്ചുവിടാനുമുള്ള ദുഷ്ടത കാണിച്ച കോൺഗ്രസിൻ്റെ ചെകുട്ടത്ത് ഏറ്റടിയാണ് ആ ഭാരതരത്നം. ഇതുവരെയുള്ള കോൺഗ്രസ് ഗവൺമെൻറ്റുകൾക്ക് അത് തോന്നിയില്ല. പിന്നെ ഏറ്റവും കൂടുതലായിട്ട് അവിടെ തൊഴിലില്ലാത്ത യുവാക്കൾക്ക് വേണ്ടി നിതീഷ് കുമാറും അവിടുത്തെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് നരേന്ദ്രമോദിയും, അതുപോലെ 10 കോടി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന വാഗ്ദാനം, മാനിഫെസ്റ്റോയിലെ പ്രകടന പത്രികയിലെ വാഗ്ദാനം, ഇതൊക്കെ അവരാഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതുപോലെ തന്നെയാണ് അവിടുത്തെ രാഷ്ട്രീയത്തെപ്പറ്റി പറയുന്ന ഒരു കാര്യം, അസദുദ്ദീൻ ഒവൈസി, എനിക്ക് ആ പേരൊന്ന് ഉച്ചരിക്കാൻ ഇത്തിരി പ്രയാസമുണ്ട്. അസദുദ്ദീൻ ഒവൈസി സീമാഞ്ചൽ മേഖലയിൽ നടത്തുന്ന പ്രകടനം കോൺഗ്രസിനെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുക. അതുപോലെ തന്നെ അവിടുത്തെ ഒരു 4ാം ഫാക്ടറായിട്ട് വരുന്ന മുൻ സെഫോളജിസ്റ്റ് പ്രശാന്ത് കിഷോറിന് കുറേയേറെ വോട്ടുകൾ നേടി. ആ വോട്ടുകളെല്ലാം ബാധിക്കുന്നത് ഈ മഹാസഖ്യത്തെ തന്നെയാണ്. അപ്പം അങ്ങനെ അവരുടെ വോട്ടുകളെല്ലാം ചോർന്നുകൊണ്ട് വലിയൊരു ചോർച്ചയാണ്. RJD സഖ്യം അവിടെ മാസ് ബേസ് ഉള്ളതാണ്, സമ്മതിക്കുന്നു. പക്ഷേ ഈ ചോർച്ച ഒഴിവാക്കാനാവാത്തത്. ഇപ്പോൾ 1ാം ഘട്ടത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നത് RJDക്ക് മാത്രമല്ല, അതിൻ്റെ കെയർ ഓഫിലാണ് കോൺഗ്രസ് നേടുന്നത്. ആ RJDയുടെ വോട്ടുകളിൽ വലിയൊരു ചോർച്ച ഈ രാഷ്ട്രീയ പ്രത്യേകതകൾ കൊണ്ട് MIM പാർട്ടിയും ജൻ സുരാജ് പാർട്ടി എന്നുള്ള പ്രശാന്ത് കിഷോറിൻ്റെ പുതിയ പാർട്ടിയും കൈയടക്കുന്ന വോട്ടുകൾ അതിനെ ചോർത്തിക്കളയുന്നതുകൊണ്ട് BJPയുടെ വിജയം, BJP എന്ന് പറയുന്ന JDUവും കൂടെ ചേർന്ന ആ വിജയം ഏതാണ്ട് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ രാഹുൽ ഗാന്ധിയുടെ ഈ വെപ്രാളങ്ങളും അതിനെ സ്ഥിരീകരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു സാഹചര്യം അവിടെ വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അതായത് ലാലു പ്രസാദിൻ്റെ 2 മക്കളും തമ്മിലിപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ പരസ്പരം മത്സരിക്കുന്നവരാണ്. അതിൽ മൂത്തയാൾ പറഞ്ഞിരിക്കുന്നത് അനിയനായിട്ടുള്ള തേജസ്വി യാദവ് അവനിനി കുറച്ച് കളിപ്പാട്ടങ്ങൾ വാങ്ങിച്ചു കൊടുക്കേണ്ടി വരും. കാരണം അവന് 35 വയസ്സേ ഉള്ളൂ, വീട്ടിൽ കുത്തിയിരിക്കേണ്ടി വരും, ഇനി രാഷ്ട്രീയ വനവാസത്തിലേക്ക് പോകേണ്ടി വരും. അത്ര വലിയ പരാജയമാണ് അവിടെ RJDയെ കാത്തിരിക്കുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് തന്നെ കാര്യം വ്യക്തമാണ്. തീർച്ചയായിട്ടും മറ്റൊരു പ്രധാനപ്പെട്ട ഫാക്ടർ കൂടി ഉണ്ട് ഇവിടെ ജനങ്ങളെ സ്വാധീനിക്കുന്നത്. അതായത് ആമ്പൽപ്പൂവിൽ നിന്നെടുക്കുന്ന ഒരു വിശിഷ്ട ഘടകം, ലോകമെങ്ങും വളരെ പ്രചാരമേറിയ ഒന്ന്. അതിനുവേണ്ടി ഒരു ബോർഡ് ഏർപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞ കേന്ദ്ര ബജറ്റിൽ. അതിൻ്റെ പ്രചാരണം വളരെ സാധ്യമാകുന്നതോടുകൂടി ബീഹാറിലെ മധുബൻ ജില്ലയിലെ ഏറ്റവും പാവപ്പെട്ടവരായി കഴിയുന്ന ആൾക്കാരാണ്. അവരുടെ ജീവിതം വളരെ സുരക്ഷിതമാകുമെന്നുള്ളൊരു വിശ്വാസം, ജനപ്രിയമായിട്ടുള്ളൊരു പരിപാടിയാണ്. അതിപ്പോൾ അതിൻ്റെ ഒരു ആനുകൂല്യങ്ങളും ജനങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അതെല്ലാം കൊണ്ടും വലിയ തരത്തിലുള്ള ഒരു നേട്ടം ഉണ്ടാക്കാൻ പറ്റും. ആ ഉൽപ്പന്നത്തിൻ്റെ പേര് മഖാന എന്നാണ്. നമ്മുടെ ഇവിടെ പ്രചാരത്തിലെങ്കിലും മുംബൈയിലുമൊക്കെ കിട്ടും ഈ സാധനം. ഇപ്പോൾ ലോകം മുഴുവൻ കയറ്റി അയക്കാനുള്ള ശ്രമം നടക്കുന്നതാണ്. വളരെ പിന്നാക്കാവസ്ഥയിൽ കഴിയുന്ന അവരുടെ നില മെച്ചപ്പെടുത്താൻ വളരെ സഹായിക്കുന്ന, അവിടെ ഒരു വലിയ തരത്തിലുള്ള ഒരു മാറ്റമാണ് അത് കൊണ്ടുവരിക, ഒരു ട്രാൻസിഷനാണ് അത് കൊണ്ടുവരിക. അതുപോലെ മച്ച്ലി, പാൻ, മഖാന എന്നീ 3 കാര്യങ്ങളാണ് ബീഹാറിൻ്റെ സാമ്പത്തിക സ്ഥിതി നിർണ്ണയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ബജറ്റിൽ
14,000 കോടി രൂപയാണ് ബീഹാറിന് കേന്ദ്ര ഗവൺമെൻറ് അനുവദിച്ചിരിക്കുന്നത്. അത് ഒരു അഴിമതിയും ഇല്ലാതെ പദ്ധതികളായിട്ട് ബീഹാറിന് നിതീഷ് കുമാർ കൊടുക്കുന്നു. ബീഹാറിലെ ഏറ്റവും പോപ്പുലറായിട്ടുള്ള നേതാവ് ഇപ്പോൾ നിതീഷ് കുമാർ തന്നെയാണ്. സ്ത്രീകൾ ഏറ്റവും ആരാധിക്കുന്ന ഒരാളാണ്. കാരണം അദ്ദേഹം മദ്യം അവിടെ നിരോധിച്ചു, ഗുണ്ടാരാജ്, ജംഗിൾ രാജ് ഇല്ലാതാക്കി. അപ്പോൾ അതുകൊണ്ട് ഒക്കെ തന്നെ സ്ത്രീകളുടെ, യുവാക്കളുടെ ഒക്കെ വലിയ ഒരു തേരോട്ടം ഈ ഒന്നാം ഘട്ടത്തിൽ മാത്രമല്ല രണ്ടാം ഘട്ടത്തിലും NDAക്ക് അനുകൂലം ഉണ്ടാക്കുകയും ഇതുവരെ രുചിക്കാത്ത തരത്തിലുള്ളൊരു പരാജയം അവിടെ മഹാസഖ്യം നേരിടുകയും ചെയ്യും എന്നുള്ളതാണ് ഇതുവരെ ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു സത്യം.